ബീനയുടെ കരച്ചിൽ കേട്ട് തളർന്ന മിഴികളോടെ അച്ചു അവരെ ഒന്ന് മുഖമുയർത്തി നോക്കി. ഡെറി ആ സ്ത്രീയെ ഉപദ്രവിക്കുന്നത് കണ്ടതും അച്ചുന്റെ മിഴികൾ തുറിച്ചു. സ്നേഹനിധിയായ ഡെറിയുടെ പുതിയ ഭാവം കണ്ട് അവൾക്ക് വീണ്ടും പേടി തോന്നി. എപ്പോഴും ചിരിയോടെയോ സ്നേഹത്തോടെയോ മാത്രം കണ്ടിട്ടുള്ള ഡെറിയുടെ മറ്റൊരു മുഖം കണ്ട് അവളുടെ കുഞ്ഞുടൽ വിറച്ചു. അത്രയും വന്യമായ ഭാവമായിരുന്നു അവനിലപ്പോൾ. ഡെറി തന്റെ കയ്യിലെ തൊടൽ കൊണ്ട് ബീനയുടെ കഴുത്തിൽ ചുറ്റി വരിഞ്ഞു. ഞങ്ങളുടെ കാല് നക്കി ഇവിടത്തെ എച്ചിൽ നിന്ന് ജീവിച്ചിട്ട് ഞങ്ങളുടെ കുടുംബത്തിൽ കയറി ഉണ്ടാക്കുന്നോടി നായെ. ഡെറി പകയോടെ മുരണ്ടു. ബീന ശ്വാസം കിട്ടാതെ പിടഞ്ഞതും അവൻ അവരെ നിലത്തേക്ക് തള്ളി. ഇപ്പോൾ തന്നെ അവർ പാതി ചത്തിരുന്നു. അവിടം കൊണ്ട് ഡെറിയുടെ കലി അടങ്ങില്ല. എന്റെ കൊച്ചിനെ നീ തല്ലുമായിരുന്നു അല്ലേ? ഭക്ഷണം കൊടുക്കത്തില്ലല്ലേ? നിന്റെ അപ്പന്റെ മുതലാണോടി ഇതൊക്കെ? പറയടി പന്ന മോളെ. കേട്ടാലറയ്ക്കുന്ന തെറി തന്നെ അവൻ അവരെ വിളിച്ചു. സ്വന്തം അരയിൽ നിന്നും ബെൽറ്റ് ഊരിയെടുത്ത് അവൻ അവരെ വെറുപ്പോടെ നോക്കി. ബെൽറ്റിന്റെ അറ്റം വലങ്കയിൽ ചുരുട്ടിപ്പിടിച്ച് അവൻ അത് അവർക്ക് നേരെ ആഞ്ഞു വീശി. ആഹ്! പുറം പൊളിഞ്ഞു പോകുന്ന വേദനയും മുളകിന്റെ നീറ്റലും കഴുത്തിൽ ചങ്ങല മുറുകിയ വേദനയും കൊണ്ട് അവർ കിടന്ന് പിടഞ്ഞുപോയി. മരണമാണ് ഇതിലും നല്ലതെന്ന് പോലും അവർക്ക് തോന്നിപ്പോയി. ഇച്ചായി വേണ്ട. ഈ കാഴ്ച കണ്ട് ഭയന്നു പോയ അച്ചു പേടിയോടെ സ്വയം അറിയാതെ അലറിപ്പോയി. അതുവരെ ബെൽറ്റ് കൊണ്ട് ഡെറി അവരെ തലങ്ങും വിലങ്ങും തല്ലുകയായിരുന്നു. അച്ചുവിന്റെ കരച്ചിൽ കേട്ടതും ഡെറി അടി നിർത്തി. സ്വയം കണ്ണുകൾ ഇറുകെ മൂടി അവൻ തന്നെ ഒന്ന് നിയന്ത്രിച്ചു. അപ്പോഴും ഡെവി മാത്രം പ്രത്യേകിച്ചൊന്നും പ്രതികരിച്ചില്ല. ഉള്ള ഇത്തിരി ജീവനും കൊണ്ട് ബീന ഇഴഞ്ഞ് അച്ചുവിന്റെ അടുത്തേക്ക് പാഞ്ഞു. അവർ അച്ചുവിന്റെ കാലിൽ ചുറ്റിപ്പിടിച്ചുകൊണ്ട് ഉറക്കെ അലറിക്കരഞ്ഞു. എന്നോട് ക്ഷമിക്കണം മേഡം. ഇവരോടിനി എന്നെ ഉപദ്രവിക്കരുതെന്ന് പറ. ഞാൻ ഇനി ഒരു ദോഷത്തിനും വരില്ല. ബീന കരഞ്ഞുകൊണ്ട് പറയുന്നത് കണ്ടതും അവരുടെ അവസ്ഥ കണ്ട് അച്ചുവിന് സങ്കടമായി. അയ്യോ ചേച്ചി, കരയല്ലേ. ആഹ്! പതിഞ്ഞ സ്വരത്തിൽ അച്ചു അവരെ വിളിച്ചതും അടുത്ത നിമിഷം അവരുടെ അലർച്ച അവിടെയാകെ മുഴങ്ങി. അച്ചു ഞെട്ടി വിറച്ചുപോയി. എന്താണ് അവിടെ സംഭവിച്ചതെന്ന് മനസ്സിലാകാതെ അവൾ ഒരു നിമിഷം തരിച്ചു നിന്നുപോയി. ശരീരം മുഴുവനും വിറയ്ക്കുന്നത് അവൾ അറിഞ്ഞു. കണ്ണുകൾ തുറിച്ചുകൊണ്ട് അവൾ തന്റെ കൺമുമ്പിൽ കിടന്ന് പിടയുന്ന ബീനയെ ഒന്ന് നോക്കി. അവരുടെ നെറ്റിയിൽ തുളഞ്ഞു കയറിയ ബുള്ളറ്റിന്റെ പാടിൽ നിന്നും രക്തം ചീറ്റി ഒഴുകുന്നുണ്ട്. വിറയലോടെ അവൾ തലയൽപ്പം ചരിച്ചു നോക്കി. കയ്യിലെ പിസ്റ്റൾ തൂവാല കൊണ്ടൊന്ന് പൊടി തൂത്തുകൊണ്ട് ഇടുപ്പിലേക്ക് തിരികെ വെക്കുന്ന ഡെവിയെ കണ്ട് അച്ചുവിന്റെ ശ്വാസം തന്നെ വിലങ്ങിപ്പോയി. അവൻ മറ്റാരെയും ശ്രദ്ധിക്കാതെ അച്ചുവിന്റെ അടുത്തേക്ക് ചുവടുകൾ വെച്ചു. അവൻ തനിക്കടുത്തേക്ക് വരുന്നതനുസരിച്ച് അവൾ പിന്നിലേക്ക് നടന്നു. ജീവനറ്റ് നിലത്ത് കിടക്കുന്ന ബീനയുടെ ശരീരത്തിൽ കാൽ തടഞ്ഞ് പുറകോട്ട് മലർന്നു വീഴാൻ പോയ അച്ചുവിനെ ഡെവി നിമിഷ നേരം കൊണ്ട് തന്റെ കയ്യിലൊതുക്കി. ഡെറി ആ നിമിഷം അവിടെ നിന്നും വെട്ടിത്തിരിഞ്ഞ് ഹാളിലേക്ക് നടന്നു. അവൻ അറിയാം ഡെവിയോടിപ്പോൾ താൻ എന്തെങ്കിലും അച്ചുവിന് വേണ്ടി സംസാരിച്ചാൽ അത് അവൾക്ക് തന്നെ ദോഷം ചെയ്യുമെന്ന്. ഡെറി ഹാളിൽ എത്തിയതും ഗാർഡ്സിലെ ഒരാളെ നോക്കി. അവന്റെ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായതുപോലെ അയാൾ ഭവ്യതയോടെ തലയാട്ടി. നിമിഷ നേരം കൊണ്ട് അയാളും കൂടെയുള്ളവരും ചേർന്ന് ബീനയുടെ ബോഡി അവിടെ നിന്നും എടുത്തു മാറ്റി. അച്ചു ആ സമയം ഡെവിയുടെ കയ്യിൽ കിടന്ന് പിടഞ്ഞു. ഇടുപ്പിൽ മുറുകുന്ന അവന്റെ കൈകൾ അവളെ നന്നായി തന്നെ വേദനിപ്പിക്കുന്നുണ്ടായിരുന്നു. ഡെവി അച്ചുവിന്റെ ഇടുപ്പിൽ അമർത്തി പിടിച്ചതും വേദന കൊണ്ട് അവളൊന്ന് പിടഞ്ഞു പൊങ്ങി. ആരാടി നിന്റെ ചേച്ചി? ഇത്രയൊക്കെ ആ പന്നമോള് നിന്നോട് കാണിച്ചിട്ടും അവളെ നിനക്ക് ബഹുമാനിക്കാൻ തോന്നിയോ? അവളോട് ക്ഷമിക്കാൻ നിനക്ക് തോന്നിയോ? അവന്റെ മുറുകിയ വാക്കുകൾ കേട്ട് അവളുടെ തല പേടിയോടെ കുനിഞ്ഞുപോയി. കൊന്നില്ലേ? അത്രയും ശബ്ദം താഴ്ത്തി വിറയലോടെ അവൾ ചോദിച്ചുപോയി. ആ കുഞ്ഞുടൻ അവന്റെ കയ്യിൽ ഒതുങ്ങിയിരുന്ന് പൂക്കുല പോലെ വിറച്ചു. തെറ്റ് ചെയ്യുന്നവർ ശിക്ഷ അനുഭവിക്കണം. അത് അവളായാലും നീ ആയാലും. അവന്റെ മുഖം വന്യമായി. നീയും തെറ്റ് ചെയ്തു. ഇവിടെ ഇത്രയൊക്കെ നടന്നിട്ട് നീ അത് ഞങ്ങളിൽ നിന്ന് ഒളിച്ചു വെച്ചു. ഞങ്ങളെ വിഡ്ഢിയാക്കിക്കൊണ്ട് ആ പന്നമോൾക്ക് എല്ലാത്തിനും നീ അവസരം ഒരുക്കി കൊടുത്തു. അപ്പോ തെറ്റ് ചെയ്ത് അവൾ മാത്രമല്ല, നീയും കൂടി ചേർന്നാണ്. അതിന്റെ ശിക്ഷ നീയും അനുഭവിക്കണം. വന്യത നിറഞ്ഞ അവന്റെ വാക്കുകൾ അവളുടെ കണ്ണുകൾ പേടിയോടെ പിടഞ്ഞു. അവളെ പൊക്കിയെടുത്ത് അവൻ തന്റെ തോളിലിട്ടു. ചുറ്റും കൂടി നിൽക്കുന്ന ജോലിക്കാരെല്ലാം തലകുനിച്ച് പേടിയോടെ മാറി നിൽക്കുന്നുണ്ട്. പേടിയോടെ അവന്റെ കൈ കിടന്ന് അച്ചു ഒന്ന് പിടഞ്ഞു. അവളെയും കൊണ്ട് അവൻ തന്റെ ബെഡ്റൂം ലക്ഷ്യം വെച്ച് നടന്നു. ഹാളിലെത്തിയപ്പോൾ സോഫയിൽ വിയർത്തു കുളിച്ച് കിതപ്പോടെ ഇരിക്കുന്ന ഡെറിയെ ഡെവി ഒന്ന് നോക്കി. ഡെറി അവരുടെ സാമീപ്യം അറിഞ്ഞെങ്കിലും അറിഞ്ഞതായി ഭാവിച്ചില്ല. അവരെ ഒന്ന് മുഖമുയർത്തി നോക്കാൻ പോലും അവൻ തുനിഞ്ഞില്ല. തന്നെ രക്ഷിക്കാൻ ഡെറി ഡെവിയെ തടയുമെന്ന് കരുതിയ അച്ചുവിന്റെ മുഖത്തും അവന്റെ അവഗണന കണ്ട് നിരാശ പടർന്നു. ഡെവി മുകളിലേക്കുള്ള സ്റ്റെപ്പ് കയറി പോകുന്ന ഇടം കണ്ണിലൂടെ ഡെറി കാണുന്നുണ്ടായിരുന്നു. ഇനിയുള്ള അച്ചുവിന്റെ അവസ്ഥ ഓർത്ത് ഡെറിക്ക് ശരിക്കും അവളോട് പാവം തോന്നി. ചില വേദനകൾ അവൾ സ്വയം ചോദിച്ചു വാങ്ങുന്നതാണെന്ന് അവന് തോന്നി. ആ ചെകുത്താനെ തടയാൻ ചെന്നാൽ അവൾക്ക് തന്നെയാണ് അത് കൂടുതൽ ദോഷം ചെയ്യുന്നത്. ഡെവി പണ്ട് തൊട്ടേ അങ്ങനെയാണ്. ഏലിക്കുട്ടി അവനെ അങ്ങനെയാണ് വളർത്തിയത്.
ദേഷ്യം വന്നാൽ ഒരാളെ കൊല്ലാനോ ദ്രോഹിക്കാനോ അവന് യാതൊരു മടിയുമില്ല. അതിനെ അവന് പ്രിയപ്പെട്ടവരാണെങ്കിൽ രക്ഷയില്ല. അച്ചു അവന്റെ കയ്യിൽ കിടന്ന് പിടഞ്ഞുകൊണ്ടിരുന്നു. ഡെവി അവളെ ബെഡിലേക്ക് ഇട്ടുകൊണ്ട് തന്റെ ഷർട്ടിന്റെ സ്ലീവ് മുകളിലേക്ക് തിരുത്തു കയറ്റി. അച്ചു പേടിയോടെ ബെഡിലെ ഒരു മൂലയിലേക്ക് പതുങ്ങിയതും അവൻ അവളെ രൂക്ഷമായൊന്ന് നോക്കി. നീ ഈ വീട്ടിൽ ആരാണെന്ന് നിനക്ക് അറിയില്ലേ? അതോ അറിയാത്തതായി നീ അഭിനയിക്കുന്നതോ? അവന്റെ ചോദ്യം കേട്ട ആ പാവത്തിന് ഒന്നും മനസ്സിലായില്ല. തന്റെ സ്ഥാനം അവന്റെ കിടപ്പറ പങ്കിടാനും ഒരു കുഞ്ഞിനെ കൊടുക്കാനും ഉള്ളതാണെന്ന് അവൾക്കറിയാം. ഞാൻ അങ്ങനെയുള്ള പെണ്ണല്ല. എനിക്ക് പേടിയാ. ഒന്നും ചെയ്യലേ. എനിക്ക് നിങ്ങളുടെ കൂടെ പറ്റില്ല. ബീനയെ വെടിവെച്ച് കൊന്ന ഡെവിയുടെ ദേഷ്യം ഓർത്ത് വിറയലോടെ അവൾ പറഞ്ഞു. സത്യത്തിൽ ദേഷ്യം കൊണ്ട് കണ്ണു കാണാതെ നിന്നവന് അവളുടെ വാക്കുകൾ കേൾക്കെ അത് ഒന്നുകൂടി കൂടി. നിമിഷ നേരം കൊണ്ട് അവൻ അവളുടെ അടുത്തേക്ക് പാഞ്ഞു ചെന്ന് ആ കുഞ്ഞിക്കവളി കുത്തിപ്പിടിച്ചു. കന്ന മോളെ, പിന്നെ എന്റെ കൂടെ അല്ലാതെ വേറെ ഏതവന്റെ കൂടെ ആടി നിനക്ക് പറ്റുന്നത്? അവന്റെ നീലക്കണ്ണുകളിലെ ചുവന്ന രാശി കണ്ട് അവൾ വെട്ടി വീർത്തു. അവന്റെ കൈവിരൽ അവളുടെ കുഞ്ഞിച്ചുണ്ടുകളിലേക്ക് അരിച്ചിറങ്ങി. ആ അധരങ്ങളെ അവൻ പതിയെ നുള്ളി നോവിച്ചതും അച്ചു അവന്റെ കൈകളെ തട്ടിയെറിഞ്ഞു. ഡെവിക്ക് ആ നിമിഷം അവളോട് തോന്നിയത് തന്നെ എതിർത്തതിന്റെ വാശിയായിരുന്നു. അമ്മാ, ആ! അവളുടെ കവളിലേക്ക് അവന്റെ ഉരുക്കുപോലുള്ള കൈവന്ന് പതിഞ്ഞതും അച്ചു അലറിപ്പോയി. അവന്റെ ഒറ്റ അടിയിൽ തന്നെ അവളുടെ ചുണ്ടുപൊട്ടി രക്തം ഒഴുകി. അച്ചു വിങ്ങിക്കരഞ്ഞു. അവളുടെ കരച്ചിൽ ആ മുറിയാകെ നിറഞ്ഞു. ഡെവി അവളെ തനിക്ക് നേരെ വലിച്ചടിപ്പിച്ചുകൊണ്ട് അവളുടെ നിറഞ്ഞ കണ്ണുകളിലേക്ക് രൂക്ഷമായി നോക്കി. ഞാൻ തൊട്ടാ നിനക്ക് പൊള്ളുമോ? അപ്പൊ ആ പന്ന മോള് നിന്റെ ദേഹത്ത് കൈവച്ചതോ? അവളെ നിന്റെ ഇവിടെ പിടിച്ചില്ലേ? ആ! അവന്റെ കൈകൾ അവളുടെ മാറിൽ അമർന്നു മുറുകി. പറയടി, ആ പന്ന മോള് നിന്റെ ഇവിടെ പിടിച്ചില്ലേ? അപ്പൊ നീ എന്താ പ്രതികരിക്കാഞ്ഞത്? ആ സമയം നീ എന്റെ കൈകളെ തട്ടിമാറ്റിയതുപോലെ അവളുടെ കൈകളെ തടയാഞ്ഞത് എന്താ? അവന്റെ അലർച്ചയോടൊപ്പം തന്നെ അവന്റെ കൈകൾ മുറുകി. ജീവൻ പോകുന്ന വേദനയിൽ അവൾ അവന് മുമ്പിൽ കിടന്നു പിടഞ്ഞു. അവൻ അവളോട് വല്ലാത്ത ദേഷ്യം തോന്നി. നിമിഷ നേരം കൊണ്ട് അവൻ അവളുടെ മാറിന് മുകളിലുള്ള വസ്ത്രങ്ങളെല്ലാം വലിച്ചു കീറി. അവന് മുൻപിൽ അവളുടെ പാതി നഗ്നത വെളിവായി. അവൻ അവിടേക്ക് നോക്കിയതും അവന്റെ മിഴികൾ കുറുകി. വീണ ഞെരിച്ചുടച്ച അവളുടെ മാറിടം നീലിച്ചു കിടക്കുന്നുണ്ട്. അതിന് മുകളിലാണ് അവനും പിടിച്ചു ഞെരിച്ചത്. ആ സമയം അവന്റെ കൈകൾ അവളിൽ നിന്നും അകന്നു. അത്രയും വേദന കൊണ്ട് പിടയുന്നവളെ കണ്ട് അവൻ പതിയെ തന്റെ ദേഷ്യം നിയന്ത്രിച്ച് ശാന്തനാകാൻ ശ്രമിച്ചു. അവന്റെ വിരലുകൾ ആ നീലിച്ചു കിടക്കുന്ന മാറിൽ അരുമയോടെ തലോടി. അവൻ അവിടെ മുഖം പൂഴ്ത്തി പതിയെ തന്റെ നാവ് കൊണ്ട് അവിടെ മാകെ തലോടി. അവന്റെ പ്രവൃത്തികളെ ഭയന്നു വിറച്ച് കിടന്നവൾ അവനെ എതിർക്കാൻ പോലും ആകാതെ തളർന്നു പോയി. ഡെവി അവളുടെ വേദനകളെല്ലാം ഉണഞ്ഞെടുക്കാൻ തുടങ്ങിയതും അച്ചു അറിയാതെ കുറുകിപ്പോയി. അവളുടെ മുഖമെല്ലാം ചുവന്നു. വേദനയ്ക്കിടയിൽ കിട്ടുന്ന ആ സുഖം അവളെയും പതിയെ തളർത്തി തുടങ്ങി. എന്നാൽ അത് ആസ്വദിക്കാൻ അവളുടെ മനസ്സിനായില്ല. ഒരു പുരുഷന് മുമ്പിൽ ഈ അവസ്ഥയിൽ പ്രതികരിക്കാൻ പോലും സാധിക്കാതെ കിടക്കുന്ന തന്നെ ഓർത്ത് അവളുടെ മിഴികൾ നിറഞ്ഞു തൂവി. അതേസമയം ഡെറിക്ക് അവിടെ ഇരുന്നിട്ട് യാതൊരു സ്വസ്ഥതയും കിട്ടിയില്ല. ഡെവി അച്ചുവിനെ ഉപദ്രവിക്കും എന്നുള്ള കാര്യത്തിൽ അവന് യാതൊരു സംശയവും ഇല്ല. പക്ഷെ അവളെ രക്ഷിക്കാനോ ഡെവിയെ തടയാനോ തനിക്ക് ആകില്ലല്ലോ എന്നോർത്തപ്പോൾ തന്നെ അവനുള്ളിൽ സങ്കടം നിറഞ്ഞു. അച്ചുവിനെ അവന് അത്രയും ഇഷ്ടമാണ്. അതുപോലെ തന്നെ ഭാര്യയ്ക്കും ഭർത്താവിനും ഇടയിലേക്ക് അഭിപ്രായമായി ചെല്ലാനും അവന് കഴിയില്ല. അവളിൽ ഡെവിയോളം അവകാശം തനിക്ക് പോലും ഇല്ലെന്ന് ഡെറിക്ക് തോന്നി. അസ്വസ്ഥതയോടെ അവൻ പുറത്തേക്ക് പാഞ്ഞു. കാർ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോഴും അവന്റെ ഉള്ളിൽ അച്ചു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഡെവിയുടെ മുഖം അവളുടെ മാറിൽ നിന്നും ആ കുഞ്ഞു വയറിലേക്ക് ഒഴുകിയിറങ്ങി. അവളുടെ ആഴമേറിയ പൊക്കൽ ചുഴി അവൻ അമർത്തി ചുംബിച്ചതും അച്ചു ഒന്ന് ഉയർന്നു പൊങ്ങി. അവൻ മുഖമുയർത്തി അവളെ ഒന്ന് നോക്കി. അവൻ തല്ലിയ കവളിൽ നീര് വന്നിട്ടുണ്ട്. ചുണ്ടിന്റെ കോണിൽ രക്തം ഒഴുകിയിറങ്ങി വരുന്നുണ്ട്. അവൻ പതിയെ ഉയർന്നു വന്ന് അവളുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു. കണ്ണുകൾ അടച്ച് വിറച്ചു കിടക്കുന്നവളുടെ കണ്ണുനീർത്തുള്ളികളെ അവൻ തന്റെ കൈയാൽ തുടച്ചു മാറ്റി. കണ്ണു തുറക്ക്, ശാന്തമായി അവൻ പറഞ്ഞത് അവൾ പേടിയോടെ കൂടുതൽ കണ്ണുകൾ മുറുകെ പൂട്ടി. ആ! അവളുടെ ഇടുപ്പിൽ അവൻ ഒന്ന് അമർത്തി നുള്ളിയതും വേദനയോടെ അവൾ മിഴികൾ വലിച്ചു തുറന്നു. അനുസരണക്കേട് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. അനുസരിക്കാത്തവരെ അത് പഠിപ്പിക്കാൻ എനിക്ക് ഒത്തിരി ഇഷ്ടവുമാണ്. അവൾ പേടിയോടെ നിസ്സഹായതയോടെ അവനെ നോക്കി. അവന്റെ മുഖം അവളുടെ കഴുത്തിടുക്കിൽ അമർന്നു. അവളുടെ താലിച്ചെയിൻ കടിച്ചെടുത്തുകൊണ്ട് അവൻ മുഖമുയർത്തി. അവളുടെ കണ്ണിന് മുമ്പിൽ അത് തൂങ്ങിയാടി. അവൻ അതിന്റെ ലോക്കറ്റ് അവളുടെ ചുണ്ടിൽ മുട്ടിച്ചു. ഇത് നിന്റെ കഴുത്തിൽ കിടക്കുന്നിടത്തോളം കാലം എനിക്ക് മുമ്പിലല്ലാതെ മറ്റൊരാൾക്ക് മുമ്പിൽ നിന്റെ കണ്ണുകൾ നിറയുകയോ ഭയപ്പെടുകയോ ചെയ്യരുത്. അവന്റെ വാക്കുകളിൽ നിറഞ്ഞു നിന്നത് ആജ്ഞയായിരുന്നു. പതിയെ അവൻ അവളുടെ ചുണ്ടിൽ തന്റെ ചുണ്ട് ചേർത്തു. അവിടെ പറ്റിയ രക്തത്തുള്ളികളെ അവൻ നുണഞ്ഞെടുത്തു. അച്ചു ഒന്ന് പിടഞ്ഞു കുതിറിയതും അവന്റെ കണ്ണുകളിൽ വാശി നിറഞ്ഞു. ആ നീലമിഴികളിൽ വന്യത നിറയുന്നത് അവൾ അറിഞ്ഞു. അവന്റെ ചുംബനം മുറുകി അവളുടെ ആത്മാവിനെ തന്നെ അവൻ ഊട്ടിയെടുത്തു. അവന്റെ കൈകൾ അവളുടെ ശരീരത്തിൽ ഓടി നടന്നു.
കൈകൾ പാവാടക്കെട്ടിൽ പിടിമുറുക്കിയതും അവളിലെ പിടച്ചിൽ കൂടിയതും അവന്റെ കൈകൾ ആ പാവാടയെ വലിച്ചു താഴ്ത്തി. അച്ചുവിന്റെ കണ്ണുകൾ കുതിച്ചൊഴുകി. പിടച്ചിൽ കൂടി അവന്റെ ചുംബനത്തിന്റെ വന്യത അവളെ തളർത്തി. അതിന്റെ കൂടെ അവന്റെ കൈകളുടെ സഞ്ചാരപാത കൂടിയായത് അവളുടെ ഉള്ളം വിറച്ചു. അവൾ അവന്റെ കീഴിൽ കിടന്ന് ആഞ്ഞു കുതറി. അവളുടെ എതിർപ്പുകൾ അവനിലെ വാശി കൂട്ടി. അവൻ അവളുടെ ചുണ്ടിനെ മോചിപ്പിച്ചു. പാതി ജീവൻ തിരികെ കിട്ടിയ പോലെ അവൾ ശ്വാസം ആഞ്ഞു വലിച്ചു. ഡെവി അവളുടെ കണ്ണിലേക്ക് നോക്കി. അവളിൽ നിറഞ്ഞു നിൽക്കുന്ന നിസ്സഹായതയും ഭയവും അവനിൽ ഹരം കൊള്ളിച്ചു. എന്നെ തടയുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ. എന്റെ വാശി നീയായിട്ട് കൂട്ടരുത്. അവന്റെ വിരലുകളുടെ തലോടലേറ്റ് അവൾ ആകെ തളർന്നു പോയി. ഇനിയൊരു ചെറുത്തുനിൽപ്പിന് പോലും ശേഷിയില്ലാത്ത വിധം തളർന്നു പോയി പെണ്ണ്. അവന്റെ കൈകൾ അവളിൽ എന്തൊക്കെയോ ചെയ്തു. അതിനനുസരിച്ച് അവളുടെ മുഖത്ത് ഭയവും ലാസ്യവും നിറഞ്ഞു. ഒട്ടും പറ്റാതെ ആയപ്പോഴുള്ള ശക്തി അച്ചു പിടഞ്ഞുകൊണ്ട് അവനെ ആഞ്ഞു തള്ളി. പൊന്ന മോളെ, നിന്നോടല്ലേടി എന്നെ തടയരുതെന്ന് പറഞ്ഞത്. എന്നെ തള്ളി മാറ്റാൻ വേണ്ടി നീ വളർന്നോ? അവന്റെ അലർച്ചയിൽ അബദ്ധം പറ്റിയതുപോലെ അവൾ തന്റെ മുഖം പൊത്തി വിറച്ചു കരഞ്ഞു. വാശിയോടെ അവൻ അവളുടെ വയറിലേക്ക് മുഖം പൂഴ്ത്തി. അച്ചുവിന്റെ മിഴികൾ തുറിച്ചുപോയി. അവളുടെ പിടച്ചിൽ കൂടി. അവളിൽ നിന്ന് സീൽക്കാര ഉയർന്നു. അവനെ തട്ടിമാറ്റാൻ പോലും വിറച്ചുകൊണ്ട് അവൾ അവന്റെ തലമുടിയിൽ പിടിമുറുക്കി. കണ്ണുകൾ ആലസ്യത്താൽ മുകളിലേക്ക് മറിഞ്ഞു. അവനെ ആവേശമായിരുന്നു. ആദ്യമായി അറിയുന്ന പെണ്ണിന്റെ രുചി അവനും അടിമപ്പെട്ടു പോയിരുന്നു. പെട്ടെന്നെന്തോ ഓർത്തതുപോലെ ഞെട്ടലോടെ അവൻ അവളിൽ നിന്നും അകന്നു. അവൻ പതിയെ ഉയർന്നു വന്ന് അവളുടെ മുഖത്തേക്ക് നോക്കി. ചുവന്നു തുടുത്ത് വിയർപ്പിൽ കുളിച്ചു കിടക്കുന്ന ആ കുഞ്ഞിപ്പെണ്ണിനെ അവൻ മതിമറന്നു നോക്കി. അവളുടെ ചുണ്ടിൻ കോണിലെ മുറിവ് കണ്ട് അവനുള്ളിൽ നേരിയ രീതിയിൽ ഒരു കുഞ്ഞു സങ്കടം നിറഞ്ഞു. നെറ്റിയിൽ അറിഞ്ഞ തണുപ്പിൽ അവൾ കണ്ണുകൾ പതിയെ ചിമ്മി തുറന്നു. അവന്റെ ഉള്ളിൽ അവളോട് വാത്സല്യം തോന്നി. അവളിൽ നിന്നും അവൻ അകന്നു മാറിയതും ബെഡ്ഷീറ്റ് കൊണ്ട് അവൾ തന്റെ ശരീരം മറച്ചു. അവൻ അവളെ ആകെ ഒന്ന് നോക്കി. ഒരു കുഞ്ഞു താമരത്തണ്ട് പോലെ വാടി തളർന്നു കിടക്കുന്ന കുഞ്ഞിപ്പെണ്ണിനെ കണ്ട് അവന്റെ നീലമിഴികൾ ആർദ്രമായി. ഇങ്ങനെ പോയ നീ എന്നെ എങ്ങനെ താങ്ങും? നമ്മുടെ കുഞ്ഞിനെ ചുമക്കാൻ നിന്റെ ഈ കുഞ്ഞു ശരീരത്തിന് സാധിക്കുമോ? അറിയാതെ ആ ചോദ്യം അവനുള്ളിൽ നിറഞ്ഞു. ചുണ്ടിൽ വിരിഞ്ഞ നേർത്ത ചിരിയോടെ അവൻ ആ മുറി വിട്ട് പുറത്തേക്കിറങ്ങി. അവൻ പോയെന്ന് മനസ്സിലായതും അച്ചു ആശ്വാസത്തോടെ ശ്വാസം വലിച്ചുവിട്ടു. അവൻ തന്നെ എന്തൊക്കെയാ ചെയ്തതെന്ന് പോലും അവൾക്ക് മനസ്സിലായില്ല. അത്രയും പേടിയാലും സങ്കടത്താലും ലാസ്യത്താലും അവൾ തളർന്നു പോയിരുന്നു. കാശി കയ്യിലിരുന്ന മദ്യം ആസ്വദിച്ച് സിപ്പ് ചെയ്തു. അവന്റെ കയ്യിലിരുന്ന ഫയലിൽ ഡെറിയുടെ അച്ചുവിന്റെ സകല ഡീറ്റെയിൽസും ഉണ്ടായിരുന്നു. ഡെറി ആദ്യം സംശയിച്ചിരുന്നവന് ഇപ്പോൾ അവൻ നിരപരാധിയാണെന്ന് പൂർണ്ണ ബോധ്യമായി. ഒരു കുഞ്ഞിനെ അനാഥാലയത്തിൽ കയറി കൊല്ലാനും മാത്രം ദുഷ്ടനല്ല അവനെന്ന് അവന്റെ മനസ്സ് മൊഴിഞ്ഞു. പിന്നെ ആരെന്ന ചോദ്യത്തിൽ അവന്റെ മനസ്സിൽ വിമലിന്റെ മുഖം സംശയത്തോടെ ഉയർന്നു വന്നു. അവനറിയാവുന്ന ആരോ ആണ് പ്രതി എന്ന് കാശി ഉറപ്പിച്ചു. യെസ്, ഈ രുദ്രകാശിയെ കബളിപ്പിക്കാൻ നിനക്ക് കഴിയില്ല വിമൽ. നിന്റെ കണ്ണുകളിൽ ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ള ഭയം. വോട്ട് ഞാൻ. ആ പിഞ്ചു കുഞ്ഞിനെ ഇല്ലാതാക്കിയവന്മാർ ആരാണെങ്കിലും വോട്ട് ഞാൻ. വന്യമായി മുരണ്ടുകൊണ്ട് അവൻ കയ്യിലെ ഗ്ലാസ്സിലെ മദ്യം വലിച്ചു കുടിച്ചു. ബെഡിൽ മുഖം പൂഴ്ത്തി അച്ചു ഏങ്ങിക്കരഞ്ഞു. അവളുടെ മുഖമെല്ലാം കരഞ്ഞു വീർത്തു. കുറെ നേരം ആ കിടപ്പ് കിടന്നതും അവളിൽ പതിയെ മയക്കം വന്നു. അവളുടെ മിഴികൾ പതിയെ മാടിയടഞ്ഞു. ഇതേ സമയം ഡെറി പതിയെ ആ മുറിയിലേക്ക് കയറി. അവൻ കണ്ണുകളാൽ അവളെ തിരഞ്ഞു. നിലത്ത് ചിതറിക്കിടക്കുന്ന അച്ചുവിന്റെ വസ്ത്രങ്ങൾ കണ്ട് അവനൊന്ന് ഞെട്ടി. വെപ്രാളത്തോടെ അവന്റെ മിഴികൾ അവളെ തേടി. ഒരു ബെഡ്ഷീറ്റ് മാത്രം കൊണ്ട് പുതച്ച് ബെഡ് ചുരുണ്ടുകൂടി കിടക്കുന്നവളെ കണ്ട് അവന്റെ നെഞ്ചൊന്നാളി. അവൻ വേഗം അവൾക്കടുത്തേക്ക് ചെന്ന് ആ കുഞ്ഞു മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. ആടികൊണ്ട് വീർത്ത കവളും പൊട്ടി രക്തം കട്ടപിടിച്ച അവളുടെ ചുണ്ടും കണ്ടപ്പോൾ തന്നെ അവന്റെ ഉള്ളൊന്ന് വിങ്ങിപ്പോയി. പതിയെ അവൻ അവളുടെ തലയിലൊന്ന് തലോടിയതും ഉറക്കത്തിൽ നിന്നും അച്ചു പിടഞ്ഞുണർന്നു. പേടിയോടെ കരയുന്നവളെ കണ്ട് ഡെറി വേഗം ആ ബെഡ്ഷീറ്റോടെ അവളെ പൊതിഞ്ഞ് തന്റെ നെഞ്ചോട് ചേർത്തു. ഒന്നുമില്ല, ഞാനാ കുഞ്ഞ, ഇച്ചായ, ഒന്നുമില്ലടാ, കരയല്ലേ. അവൻ അവളെ അടക്കി പിടിച്ചുകൊണ്ട് പറഞ്ഞതും ഡെറി അവൾ തിരിച്ചറിഞ്ഞു. അവന്റെ നെഞ്ചിൽ മുഖം പൂഴ്ത്തി അവൾ വിറച്ചു കരഞ്ഞു. അവളുടെ വിറയ്ക്കുന്ന ശരീരത്തെ അവൻ അത്രയും വാത്സല്യത്തോടെ ഒരച്ഛന്റെ കരുതലോടെ തന്നോട് അടക്കി പിടിച്ചു. കുറച്ചു നേരം കരഞ്ഞതും ഞെട്ടലോടെ അവൾ അവനിൽ നിന്നും കുതറി മാറി. നഗ്നമായ തന്റെ ശരീരത്തിൽ ഒരു ബെഡ്ഷീറ്റ് മാത്രമേ ഇപ്പോൾ ബാക്കിയുള്ളെന്ന സത്യം അവളെ ചുട്ടുപൊള്ളിച്ചു. അവനെ നോക്കാനാകാതെ അവൾ വീണ്ടും കരയാൻ തുടങ്ങി. ഡെറിക്ക് അവളുടെ കരച്ചു കണ്ട് ഡെവിക്കിട്ടു രണ്ടു കൊടുക്കാനുള്ള ദേഷ്യം തോന്നിയെങ്കിലും അവിടെ തന്റെ കലിപ്പൊന്നും വിലപ്പോകില്ലെന്ന് അവന് തന്നെ അറിയാവുന്നത് കൊണ്ട് തന്നെ തന്റെ രോക്ഷം അവൻ ഉള്ളിൽ ഒതുക്കി. അവളുടെ കോലം കണ്ട് ഡെവി അവളെ ശാരീരികമായി നോവിച്ച് സ്വന്താക്കി എന്നാണ് അവന് തോന്നിയത്. മതി കരഞ്ഞത്. കഴിഞ്ഞതൊക്കെ ഓർത്താണ് ഈ കരച്ചിലെങ്കിൽ ഇനി അത് വേണ്ട. ഡെവി നിന്റെ ഭർത്താവാണ്, നിന്റെ ഉടലിനും ഉയിരിനും അവകാശി. അതെന്റെ മോളും മറക്കരുത്. ഇപ്പൊ പോയി ഡ്രസ്സൊക്കെ മാറ്റി താഴേക്ക് വാ. എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്.
ഡെറി അവളെ പൊക്കിയെടുത്ത് നിലത്ത് നിർത്തിക്കൊണ്ട് പറഞ്ഞു. അവളുടെ അടി കൊണ്ട് വീങ്ങിയ കവളിൽ നെഞ്ചിൽ നിറഞ്ഞ നോവോടെ ഒന്ന് തൊട്ടുകൊണ്ട് അവൻ വേഗം പുറത്തേക്ക് നടന്നു. അവൻ പോയതും അച്ചു ബാത്റൂമിലേക്ക് നടന്നു. അവളുടെ വയറ്റിൽ എന്തോ തരിപ്പ് പോലെ തോന്നി. ആദ്യമായി ഒരു പുരുഷൻ അവളിലെ പെണ്ണിനെ തൊട്ടതിന്റെ എല്ലാ പകപ്പും അവളിൽ നിറഞ്ഞിരുന്നു. ഡെവി ഹാളിലെ സോഫയിൽ നിവർന്നിരുന്ന് തനിക്ക് ചുറ്റും നിൽക്കുന്നവരെ രൂക്ഷമായി നോക്കി. ഗാർഡ്സ് എല്ലാവരും ആകെ പേടിച്ചാണ് നിൽക്കുന്നത്. അവന്റെ ചോദ്യങ്ങൾക്കൊന്നും തങ്ങളുടെ കയ്യിൽ ഉത്തരയില്ലെന്ന് അവർക്ക് തന്നെ അറിയാമായിരുന്നു. അവന്റെ നീലമിഴികൾ വന്യതയോടെ തിളങ്ങുന്നത് മാർട്ടിൻ ഏറിയ ഹൃദയമിടിപ്പോടെ നോക്കി.